സാർ നമസ്കാരം. നമസ്കാരം. അഴിമതിക്കെതിരെ സന്ധിയില്ലാ സമരം പുറപ്പെടുവിച്ചുകൊണ്ട് തന്നെയാണ് വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി ഭരണം ഏൽക്കുന്നത്. ഒരു കാരണവശാലും അഴിമതി തൻ്റെ കാലത്ത് അനുവദിക്കില്ല, അല്ലെങ്കിൽ സത്യസന്ധതയുടെ പ്രതിരൂപം എന്നൊക്കെ തന്നെയാണ്, നിലപാടുകളുടെ രാജകുമാരൻ എന്നൊക്കെ തന്നെയാണ് വി.ഡി. സതീശനെ അന്നും ഇന്നും വാഴ്ത്തുന്നത്. എന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ സർക്കാർ ഭരിച്ചപ്പോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ ബിനാമി ഏർപ്പാടുകൾ മുഴുവൻ ചെയ്തിരുന്നത് എന്ന് പറയപ്പെടുന്ന ഊരാളുങ്കൽ സൊസൈറ്റി, സർക്കാരിൻ്റെ ചെറുതും വലുതുമായ, അതായത് സർക്കാർ വയനാട് ദുരന്ത ഭൂമിയിൽ കെട്ടിയ വീടുകളടക്കം എവിടെയെങ്കിലും ഒരു മൂത്രപ്പുര കിട്ടുന്നുണ്ടെങ്കിൽ വരെ അതിന് വരെ കൊട്ടേഷൻ ഇല്ലാതെയും കൊട്ടേഷൻ ഉൾപ്പെടുത്തിയും എല്ലാ നിർമ്മാണ പ്രവൃത്തികളും കണ്ണടച്ച് കൊടുക്കുന്നത് ഊരാളുങ്കലിനായിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഊരാളുങ്കലിനെ കുറിച്ച് നാളിതുവരെ ഉണ്ടായിരുന്ന പരാതികളും ആക്ഷേപങ്ങളുമെല്ലാം എഴുതിത്തള്ളി അതിന് ക്ലീൻ ചീറ്റ് കൊടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായത്. എന്നാൽ ഇതിൽ തീരെ അസ്വസ്ഥനായ, അസഹിഷ്ണുത പ്രകടിപ്പിച്ച സഭയുടെ നാഥൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്നലെ ഒരു നിർണായകമായ നീക്കം നടത്തിയിരിക്കുന്നു. ഒരുപക്ഷെ വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിയെപ്പോലും അദ്ദേഹത്തിൻ്റെ ആ നീക്കം ഞെട്ടിച്ചിരിക്കുന്നു. ഊരാളുങ്കൽ സൊസൈറ്റി കഴിഞ്ഞ 10 വർഷമായി നടത്തിയിരിക്കുന്ന ചെറുതും വലുതുമായ ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് അദ്ദേഹം കൃത്യമായി അനുജ്ഞ കൊടുത്തിരിക്കുന്നു. മാത്രമല്ല, നിയമസഭയുടെ പ്രത്യേകം ഡിവിഷനുകൾക്ക് വേണ്ടി എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഊരാളുങ്കലിന് കൊടുത്തിരിക്കുന്നത്, ഇനി എന്തൊക്കെയാണ് അവർ ചെയ്യാനുള്ളത്, അതിനെത്ര പണം പറ്റിയിട്ടുണ്ട് എന്നുള്ളതെല്ലാം കൃത്യമായി അന്വേഷിക്കുന്നതിന് വേണ്ടി ഓരോ ഉപവിഭാഗത്തിനും കുറിപ്പ് നൽകിയിരിക്കുന്നു സ്പീക്കർ. ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു സ്പീക്കറുടെ ചുമതല എന്താണ് എന്നുള്ളത് ആദ്യമായി കേരളം കണ്ടറിയുന്നതിന് തുല്യം തന്നെയായി. എങ്ങനെയാണ് വി.ഡി. സതീശനെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും എല്ലാം വ്യക്തിപരമായി തന്നെ അറിയാവുന്ന ഒരാളെന്ന രീതിയിൽ, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ അഴിമതിയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളെന്ന രീതിയിൽ നന്ദകുമാർ സാർ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതായത് കേരളത്തിൽ നിയമസഭാ മന്ദിര നിർമ്മാണത്തിൽ വൻ അഴിമതി നടത്തിയതിൻ്റെ ഞെട്ടിക്കുന്ന തെളിവുകൾ പുറത്തു കൊണ്ടുവന്ന ഒരാളാണ് ഞാൻ. അതായത് നമ്മുടെ സ്പീക്കർ വിജയകുമാർ ആയിരുന്നു ആ കാലഘട്ടത്തിൽ ഇ.കെ. നായനാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് സ്പീക്കറായിരുന്നത്. നിയമസഭാ സ്പീക്കറായിരുന്ന വിജയകുമാർ നിയമസഭാ നിർമ്മാണത്തിൽ അതിനുള്ളിലുള്ള ഇൻറ്റീരിയർ ഡെക്കറേഷൻ്റെ പേരിൽ 16 കോടി രൂപയ്ക്ക് യാതൊരു ടെൻഡറും വിളിക്കാതെ കൊടുത്ത കാര്യത്തിൽ ഞാൻ പുറത്തു കൊണ്ടുവന്ന വാർത്ത അദ്ദേഹത്തിൻ്റെ തോൽവിക്ക് കാരണമായി. തിരുവനന്തപുരത്ത് നോർത്തിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുകയും അവിടെ മോഹൻകുമാർ എന്ന് പറയുന്ന നേതാവ്, കോൺഗ്രസ് നേതാവ് വിജയിക്കുകയും ചെയ്തത് ക്രൈമിൻ്റെ ലക്കം കൊണ്ടായിരുന്നു. അന്ന് ക്രൈം എല്ലാ വീടുകളിലും എത്തിക്കുകയും അതിൻ്റെ പേരിൽ അദ്ദേഹം വലിയ തോതിൽ പത്രസമ്മേളനം നടത്തിയത് കള്ളമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പരസ്യമായി വെല്ലുവിളിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണ് വിജയകുമാറിൻ്റെ പതനം ഉറപ്പുവരുത്തിയത്. പിന്നെ ഇന്ന് വരെ സ്പീക്കറായിരുന്ന, അല്ലെ പേരെടുത്ത ഡിവൈഎഫ്ഐയുടെ നേതാവൊക്കെയായിരുന്ന വിജയകുമാറിന് ഉയർത്തെഴുന്നേൽപ്പുണ്ടായിട്ടില്ല CPM-ൽ. ഇപ്പോൾ അതേ സ്പീക്കർ, അതേ സ്ഥാനത്തിരിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അദ്ദേഹം ഹാസ്യപ്രിയനാണ്. എന്നാൽ കാര്യഗൗരവത്തിൻ്റെ കാര്യത്തിൽ, ഭരണം നടത്തുന്നതിൻ്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ ശക്തനുമാണ്. നമുക്കറിയാം, TP ചന്ദ്രശേഖർ വധക്കേസിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള കൃത്യമായുള്ള അന്വേഷണത്തിനുള്ള ഉത്തരവ് അത് കൃത്യമായി നടപ്പിലാക്കുകയും ഒളിവിൽ താമസിച്ചിരുന്ന കൊടിസുനി പാർട്ടി ഗ്രാമത്തിൻ്റെ ആർക്കും ചെല്ലാൻ പറ്റാത്ത സ്ഥലത്ത് പോയിട്ട് പോലും പ്രതികളെ പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ള കൊടക്കോഴി മലയിൽ പോയി പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ള ചരിത്രവും നമുക്കറിയാം. അങ്ങനെ പിണറായി വിജയൻ പോലും അറസ്റ്റ് ചെയ്യപ്പെടേണ്ട സമയത്ത് എങ്ങനെയായാലും എവിടെയോ അഡ്ജസ്റ്റ്മെൻറ്റ് നടന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നാലും അതിൽ CPM-ൻ്റെ ആളുകളാണ് കൊന്നത് എന്ന് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് പൂർണ്ണമാക്കിയിട്ടുമില്ല. ഇവിടെ അദ്ദേഹം ശക്തമായ ഒരു നടപടിയിലൂടെ ഊരാളുങ്കലിനെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ്. നിയമസഭാ പല മേഖലകളിലുള്ള നിർമ്മാണത്തിൽ ഊരാളുങ്കൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തുക മാത്രമല്ല, കൃത്യമായ രൂപത്തിൽ അവർ ജോലി എടുത്തിട്ടില്ല. അതുകൊണ്ട് വലിയ നാശനഷ്ടങ്ങൾ നിയമസഭാ മന്ദിരത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കൃത്യമായ കണ്ടെത്തലത്തിൻ്റെ ഭാഗമായിട്ടാണ് PWDക്ക് ഈ വർക്ക് വിട്ടുകൊണ്ട് ഇപ്പോൾ ഉത്തരവായിരിക്കുന്നത്. ഇത് ഊരാളുങ്കലിൻ്റെ എതിരെയുള്ള കൃത്യമായിട്ടുള്ള ഒരു നടപടിയാണ്. അത് നാളെ കൃത്യമായി അന്വേഷണം പോയി കഴിഞ്ഞാൽ കേരളത്തിൽ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഒരു തരത്തിലും പ്രവർത്തിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് പോവുകയും അവരെ തട്ടിപ്പുകളുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയുകയും
അവരെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തേണ്ട അവസ്ഥയിലേക്ക് വരികയും അതുവഴി പിന്നീട് ഉണ്ടാകുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. വാഗ്ബളാനന്ദ ഗുരു സ്ഥാപിച്ച ഈ ഊരാളുങ്കൽ സൊസൈറ്റി പിന്നീട് CPM-കാർ തട്ടിയെടുക്കുകയാണ് ഉണ്ടായത്. വടക്കേ മലബാറിലെ CPM-കാരുടെ കള്ളപ്പണ നിക്ഷേപത്തിൻ്റെ കേന്ദ്രമാണ്, പിണറായി വിജയൻ അടക്കമുള്ളവരുടെ കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ ഊരാളുങ്കൽ. ഏത് വർക്ക് എടുത്താലും ഊരാളുങ്കലിൽ കൊടുക്കുന്ന ഒരു പരിപാടിയാണ് കഴിഞ്ഞ ഗവൺമെൻറ് നടത്തിയിട്ടുള്ളത്. 10 വർഷം കൊണ്ട് അവർക്ക് കോടാനുകോടി രൂപയുടെ ഇടപാടുകളാണ് ഉണ്ടായിട്ടുള്ളത്. മുണ്ടക്കൈ മല ദുരന്തത്തിൽ അവർ നിർമ്മിച്ച വീടുകൾ വിള്ളൽ വീണത കാര്യം ലോകത്തിലെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അതാണ് ഊരാളുങ്കൽ എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ മുഖം. അതിൽ തന്നെ അവരെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തേണ്ടതാണ്. ഇതേപോലെ തന്നെയാണ് പെരുമ്പളം ദ്വീപിലേക്ക് നിർമ്മിച്ച അതിൽ 70 കോടി രൂപയ്ക്ക് വർക്ക് ചെയ്യാൻ കമ്പനി തീർക്കുക എന്ന് പറയുന്നിടത്താണ് 106 കോടി രൂപയ്ക്ക് അവർ കൊടുത്തത്. ഇന്നേ വരെ പിണറായി വിജയൻ ഉദ്ഘാടനം നടത്തിയിട്ടുണ്ടെങ്കിലും ഇലക്ഷന് മുമ്പ് ഉദ്ഘാടനം നടത്തി ഇന്നേ വരെ ആ പാലത്തിൻ്റെ പണി പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ്. എന്നിട്ട് അവർക്ക് ഒരു അവാർഡൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിൽ. നമുക്കറിയാം, വയനാട് ദുരന്തത്തിൽ 750 കോടിയോളം രൂപ പിരിച്ചിട്ട് 300 കോടി രൂപയ്ക്കാണ് 450 വീടുകൾ നിർമ്മിക്കാനുള്ള അവർക്ക് ടെൻഡർ കൊടുത്തത്. അതിൽ ഒരു വീടിന് 10 ലക്ഷം പോലും വില വരില്ല. അങ്ങനെ ഒരു വീടിന് വെറും 400 വീടിന് മാക്സിമം പോയാൽ 50 കോടി രൂപ അല്ലെ 75 കോടി രൂപ വരും. എന്നിട്ട് 300 കോടി രൂപയാണ് അവർക്ക് ടെൻഡർ കൊടുത്തിരിക്കുന്നത്. അത് 300 കോടി എന്നാണ്. ബാക്കി പൈസ തിരിച്ച് പിണറായി വിജയനും അതേപോലുള്ള CPM നേതാക്കൾക്കും ഓഹരി വെക്കാനുള്ളതാണ്. ഇതാണ് അതിൻ്റെ ചരിത്രം. അപ്പോൾ അങ്ങനെ ഒരു സാധനത്തിൻ്റെ ആർക്കും തൊടാൻ ധൈര്യമില്ലാത്ത മേഖലയിലാണ് ഇപ്പോൾ കൈവച്ചിരിക്കുന്നത്. VD സതീഷിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം തുടർന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളിൽ നിന്ന് ഒറ്റയടിക്ക് ഊരാളുങ്കലിനെ ഒഴിവാക്കാൻ കഴിയില്ല. കാരണം പകുതി വെച്ച് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അവർക്ക് വർക്ക് കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ നിയമസഭാ സ്പീക്കർക്ക് അങ്ങനെ ഒരു സംഭവമില്ല. അതിൻ്റെ അർത്ഥം അത് കൃത്യമായ ഒരു അന്വേഷണത്തിന് പോയി അവർ കാണിച്ച കൃത്രിമങ്ങളും അതേപോലെ തട്ടിപ്പുകളും പുറത്തു വന്നു കഴിഞ്ഞാൽ ഊരാളുങ്ങളെ ബ്ലാക്ക് ലിസ്റ്റ് പെടുത്തും. പിന്നെ കേരളത്തിൽ അവർക്ക് ഒരു വർക്കും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്ന ഒരു കാര്യമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വെട്ടിപ്പൊട്ടിച്ചിരിക്കുന്നത്. തിരുവഞ്ചൂർ ചൂണ്ടിക്കാണിച്ച ശങ്കരനാരായണൻ തമ്പി ഹാളിൻ്റെ ആ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല, ഇപ്പോൾ നിയമസഭയ്ക്ക് ആവശ്യമായ പുതിയ ഡൈനിങ് ഹാളിൻ്റെ നിർമ്മാണം, ഇതിലെല്ലാം വളരെ അപര്യാപ്തമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളതിൻ്റെ പേരിലാണ് ഇതൊക്കെ ചെയ്തത്. പക്ഷേ വേണ്ടത്ര വികസനം അക്കാര്യത്തിലുണ്ടായില്ല, സ്ഥല ലഭ്യത ഉണ്ടായില്ല, അല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ സൗകര്യത്തോടു കൂടി ഇത് പുനർനിർമ്മിക്കാൻ പറ്റിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തിരുവഞ്ചൂർ അക്കമിട്ട് അടയാളപ്പെടുത്തി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു എന്നുള്ളത് ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. സാർ, മറ്റൊരു കാര്യം കൂടി ഒന്ന് സാറിൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവരട്ടെ. ഈ ശബരിമലയിൽ പിണറായി വിജയൻ സർക്കാർ താഴെ ഇറങ്ങുന്നതിന് ഏറ്റവും ഹേതുവായ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആ സ്വർണ്ണക്കൊള്ളയെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഒരു ആഗോള അയ്യപ്പ സംഗമം ശബരിമലയിൽ നടത്തിയിട്ടുണ്ട്. ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പന്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് റീടെൻഡർ കൊടുത്തതും കൊട്ടേഷൻ കൊടുത്തതും ഈ ഊരാളുങ്കലിലാണ്. പിന്നീട് ഊരാളുങ്കലാണ് മറ്റൊരു കമ്പനിക്ക് മറിച്ചു കൊടുത്തതെന്ന് പറയുമ്പോൾ അവിടെയും വലിയൊരു അഴിമതിയാണ് നടന്നിരിക്കുന്നത്. അല്ല, ഊരാളുങ്കൽ നേരിട്ടല്ല ഒരു പദ്ധതി നടക്കുക. അവർക്ക് കുറേ സബ് കമ്പനികളുണ്ട്. ആ സബ് കമ്പനികൾക്ക് ആണ് ജോലി കൊടുക്കുന്നത്. ഇവർ നേരിട്ടൊന്നും ചെയ്യുന്നില്ല. ഇവർ അതിൽ കൂടെ കമ്മീഷൻ അടിച്ച് മാറ്റുകയാണ്. കാരണം 100 കോടിക്ക് എടുത്താൽ 25 കോടിക്ക് അവർ വർക്ക് കൊടുക്കും, 75 കോടി ഇവർ പങ്കുവെക്കും. അതിൽ പിണറായി വിജയനുള്ള പങ്ക് 50 കോടിയാണെങ്കിൽ ബാക്കി 25 കോടി ഇവർക്കുള്ള 50 കോടി എന്ന് പറഞ്ഞാൽ 10 കോടി മറ്റുള്ള എല്ലാവർക്കും കൊടുക്കും. ഇങ്ങനെയാണ് അതിൻ്റെ പരിപാടി കംപ്ലീറ്റ് നടക്കുന്നത്. അങ്ങനെയുള്ള ഊരാളുങ്കൽ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട റോഡ് നിർമ്മാണവും ബിൽഡിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലയും ഗവൺമെൻറ്റിൻ്റെ സർവാധിപത്യമാണ് ഇപ്പോൾ ഉള്ളത്. ആ സർവാധിപത്യം ഒരൊറ്റയടിക്ക് അടിച്ച് തകർക്കുന്ന ഒരു കാര്യമാണ് തട്ടിപ്പും വെട്ടിപ്പും മാത്രമായി നടക്കുന്ന CPM-കാരുടെ ബിനാമി സ്ഥാപനമായ CPM നേതാക്കന്മാരുടെ വടക്കേ മലബാറിലെ CPM നേതാക്കന്മാരുടെ ബിനാമി സ്ഥാപനമായ ഈ ഊരാളുങ്കലിന് ആദ്യത്തെ വിലക്ക് വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവാണ് ഈ സ്പീക്കറുടേത്. സ്പീക്കർ വെറും നിയമസഭാ സാമാജികരെ നിയന്ത്രിക്കുന്ന ഒരാൾ മാത്രമല്ല, വേണമെങ്കിൽ മുണ്ടെടുത്ത് മുറുക്കി കൊടുത്ത് തല്ലിന് പോകാനും റെഡിയാണ് ഞാൻ. ഈ അഴിമതിക്കാരെ നിലയ്ക്ക് നിർത്താനും കഴിയും എനിക്ക് എന്ന് തെളിയിക്കുകയാണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നത്. എപ്പോഴും ഹാസ്യപ്രിയനായ നർമ്മരസത്തിൽ ഏത് കാര്യങ്ങളെയും അദ്ദേഹം സംസാരിക്കുന്ന, എന്നാൽ നിയമബോധമുള്ള, കൃത്യമായി നിയമങ്ങൾ കൃത്യമായി വിളിച്ചു പറയാൻ കഴിവുള്ള, സഭയെ നിയന്ത്രിക്കാൻ കഴിവുള്ള അദ്ദേഹത്തിൻ്റെ വാക്കിന് മുമ്പിൽ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ചടുതലുള്ള വാക്കിന് മുമ്പിൽ ഒരു ചൂണ്ടുവിരൽ നടത്തിയാൽ മുഖ്യമന്ത്രി അടക്കം പ്രതിപക്ഷ നേതാവ് അടക്കം അനുസരിക്കുന്ന, ആട്ടിൻകുട്ടികളെ പോലെ അനുസരിക്കുന്ന ഒരവസ്ഥയാണ് നിയമസഭയിൽ കാണുന്നത്. എന്നാൽ അദ്ദേഹം അങ്ങനെയുള്ള ആളല്ല. വേണമെങ്കിൽ വാളെടുക്കാനും ഞാൻ തയ്യാറാണ്. വാളെടുത്ത് കൃത്യമായി വേണ്ട തല വെട്ടാനും
അത് ജയിലടയ്ക്കാനുള്ളവർ ജയിലടയ്ക്കാനും നിരോധിക്കേണ്ടവരെ നിരോധിപ്പിക്കാനും തനിക്ക് കഴിയും. അത് സർവാധിപത്യമുള്ള ഒരു ആൾ തന്നെയാണ് സ്പീക്കർ എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നത്. അതുവഴി കേരളത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹനായ ഒരാളാണെന്ന് കൂടി തെളിയിക്കുകയാണ്. നേരത്തെ വി.ഡി. സതീശൻ പറഞ്ഞിട്ടുണ്ട്, എന്നേക്കാൾ സാമർഥ്യമുള്ള, വിവരമുള്ള, നിയമജ്ഞാനമുള്ള ആളുകൾ കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. എനിക്ക് കിട്ടിയത് ഭാഗ്യമായിട്ട് മാത്രമാണ് ഞാൻ കരുതുന്നത്. അത് അഹങ്കാരം കൊണ്ട് പറഞ്ഞതല്ല, അത് കൃത്യമായ ആളുകളെ മനസ്സിലാക്കിക്കൊണ്ട് വി.ഡി. സതീശൻ പറഞ്ഞതാണ്. അത് ഒരാളാണ് നമ്മളെ സ്പീക്കർ എന്ന് പറയുന്ന കാര്യത്തിൽ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണ് സത്യം. വളരെ വ്യക്തമായൊരു കാര്യം. കാരണം ഇന്നിപ്പോൾ ഈ നിയമസഭാ നടപടികൾ ഇത്ര കൃത്യമായി അറിയാവുന്ന, ഇത്രയും സീനിയോറിറ്റിയുള്ള ഒരു നിയമസഭാ സാമാജികൻ സഭയിൽ വേറെയുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയം തന്നെയാണ്. അത്രത്തോളം നിയമസഭാ നടപടികളെക്കുറിച്ച് അവഗാഹമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു റെഫറൻസ് പോലുമില്ലാതെ ഇന്ന വകുപ്പ് പ്രകാരം ഇന്ന രീതിയിൽ അത് റൂൾ ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ റൂളിംഗ് ആണെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഒരു നിയമസഭാ സാമാജികൻ കൂടിയാണ് സ്പീക്കർ എന്നുള്ളത്. ഇത്തരം നടപടികളിലൂടെ സ്പീക്കർ തൻ്റെ ആ സ്പീക്കർ എന്ന അധികാരം എടുത്ത് പ്രയോഗിക്കുമ്പോൾ കേരള ജനതയ്ക്ക് കൂടുതൽ പ്രത്യാശ പകരുന്നൊരു കാര്യം കൂടി. ഏറ്റവും രസകരമായൊരു കാര്യം, കഴിഞ്ഞ ദിവസം പിണറായി വിജയനെ ചൂണ്ടിക്കാണിച്ച് നമ്മുടെ ധനകാര്യമന്ത്രിയായിരുന്ന ബാലഗോപാൽ പൊട്ടിത്തെറിച്ചത് നമ്മളെല്ലാവരും കണ്ടാണ്. അങ്ങനെ പെരുമാറരുതെന്ന് ബാലഗോപാലിനോട് പറയുന്ന ഒരു രംഗമുണ്ട്. അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ആരാണ് മോൻ, തിരുവഞ്ചൂർ എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം അവിടെ തമ്മിലടിപ്പിക്കാനുള്ള വിദ്യ കൂടി അദ്ദേഹം പ്രയോഗിക്കുന്നുണ്ട്. അതായത് പിണറായി വിജയനെതിരെ ശബ്ദിച്ച ധനകാര്യമന്ത്രിയെ വിക്ഷുബ്ധനാക്കി പിണറായി വിജയനെതിരെ തിരിപ്പിക്കുന്ന മുൻ ധനകാര്യമന്ത്രി ബാലഗോപാലിനെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ശരിക്ക് പണി കൊടുത്തു എന്നുള്ളതാണ് സത്യം. കാരണം പിണറായി വിജയനെതിരെയുള്ള അത് വലിയ തോതിൽ ശ്രദ്ധേയമാക്കിയത് ആ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഒരു റൂളിംഗ് അങ്ങനെ പറയാൻ പാടില്ല സീനിയർ മെമ്പർമാരുടെ എന്ന് പറഞ്ഞിട്ട് പറയുന്നൊരു രംഗമുണ്ട്. യഥാർത്ഥത്തിൽ പിണറായി വിജയനെ അവഹേളിക്കുകയാണ് ചെയ്തിട്ടുള്ളത് സഭ. കാരണം അദ്ദേഹത്തിനെ മാർക്സിസ്റ്റ് പാർട്ടി തന്നെ അവഹേളിക്കുന്നു എന്ന് ലോകം മുഴുവൻ കാണിച്ചു കൊടുക്കാൻ അതുകൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം.